എത്ര നാളായി കണ്ടിട്ട്? അങ്ങനെ നെയിൽസ് ബൈ രാഖിയിലെ രാഖി കുട്ടിയാണിത്. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ, ഞാനിങ്ങനെ മഴയൊക്കെ കണ്ട് നിൽക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പം ഇവിടെ എറണാകുളത്ത് നെയിൽസ് ബൈ രാഖി അവിടെ നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ഹലോ, എത്ര നാളായി കണ്ടിട്ട്? അങ്ങനെ നെയിൽസ് ബൈ രാഖിയിലെ രാഖി കുട്ടിയാണിത്. ഞാൻ എപ്പോഴും ഫ്ലാറ്റിലായിരുന്നു ഐഷു തുടങ്ങിയിട്ട് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങടേക്ക് വരുന്നത്. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം ആവുന്നുണ്ട്. അടുത്ത 16th ആവുമ്പോൾ 1 year ആവും. എനിക്ക് വയ്യ. ഇവിടെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ എപ്പോഴും നെയിൽ ആർട്ട് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം രാഖി ചേച്ചിയുടെ അടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പറയുന്ന ഇതിനെ കോട്ടിൽ തന്നായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കുറേ നാൾ സ്റ്റേ ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ പൊതുവേ ചേച്ചിക്ക് എപ്പോഴും ഐഷുവിനും ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആണ് ഇഷ്ടം. വൈബ്രന്റ് ഇവിടുത്തെ ഏറ്റവും വൈബ്രന്റ് കളേഴ്സ് എടുക്കുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ഐഷുവും ഒന്ന് വീണയാണ്. വീണ ചേച്ചി എപ്പോഴും പറയും. അപ്പോൾ ബാക്കി എല്ലാവരും നല്ല ലൈറ്റ്, നമ്മളെപ്പോഴും ഭയങ്കര ഫോയിൽസും എക്സ്ട്രാ ഭയങ്കരമായിട്ട് ഡെക്കോസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് ഐഷു. ചേച്ചി പറയും ഇവിടെ വരുന്നവർക്കൊന്നും എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ രണ്ടിനെയും കാണുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും എന്നെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നതെന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണ് എനിക്ക് പൊതുവേ ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചുമ്മാ ഐഷു തന്നെ ചെയ്യാറ്. അന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പല കളറൊക്കെ ഇട്ട് കണ്ണടിച്ചു പോകുന്നത് ചിലവർ കാണുമ്പോൾ ചോദിക്കും എന്തുവാ ഇത് ചോദിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങളിപ്പം പെഡിക്യൂർ ചെയ്യാൻ പോവാണ്. എനിക്ക് പെഡിക്യൂറൊക്കെ ചെയ്ത് തരാൻ വേണ്ടുന്ന ആളുടെ പേരെന്താ? ബിബിന. എവിടെ വീട്? കാലിക്കട്ടാ? ഓ അത് ശരി, കോഴിക്കോടുകാരിയാണ്. അപ്പം നമുക്ക് പെഡിക്യൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പെഡിക്യൂർ മാനിക്യൂറൊക്കെ കഴിഞ്ഞ് ഇനി നെയിൽ ആർട്ടിലെ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പം എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ബാക്കി പിന്നെ ഞങ്ങൾ ഡിസൈൻ പ്ലാൻ ചെയ്യും. ഇപ്പം ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് പ്ലാൻ ചെയ്യാം. എക്സ്റ്റൻഷൻ ഞങ്ങൾ വെച്ച് കഴിഞ്ഞു. തീരെ സമയമില്ലാത്തത് കൊണ്ട് രണ്ടും കാലിലും കൈയിലും ഒരുമിച്ച് ചെയ്യുക. ഇപ്പോൾ അയാൾ താഴെ ഇരുന്ന് പതുക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധ രണ്ടിടത്ത് പോകണം. ലാസ്റ്റ് എങ്ങനെ വരുമെന്ന് നോക്കാവേ. അങ്ങനെ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം
ഇത് അത് ഒരു ഹോൾ ഐഷു എടുത്ത പാക്കേജ് എന്ന് പറയുന്നത് പെഡിക്യൂർ, മാനിക്യൂർ, എക്സ്റ്റൻഷൻസ്, കാൽ എക്സ്റ്റൻഷൻ, അങ്ങനെ കംപ്ലീറ്റ് ഒരു പാക്കേജാണ് എടുത്തത്. ബ്രൈഡൽ പാക്കേജാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് ടൈം പ്രോസസ്സ് ഉള്ള ഒരു പ്രൊസീജിയറാണ്. അതിനൊരു കുറവ് വേണ്ട. അതെ അതെ. ഐഷുവിൻ്റെ നമ്മളിപ്പോൾ ഇന്ന് വർക്ക് ചെയ്തിരിക്കുന്നത് 3D സ്കൾപ്ചേഴ്സും സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ബ്രൈഡൽ എംപോളിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. സോ ഐഷുവിന് ഒരുപാട് കളേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ളതാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അതിനനുസരിച്ച് നമ്മളൊരു 3D, ഇപ്പം ഈ കയ്യിൽ നോക്കിയാൽ ഒരു 3D ആണ് ചെയ്തേക്കുന്നത്. തന്നെ അതിൽ നടുക്ക് കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് എംപോളിഷ്ഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ഇത് ഫുള്ള് നമ്മൾ ചെറിയ സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. തന്നെ ഒരു ഗ്ലിറ്റർ ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലിറ്റർ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. സോ കറക്റ്റ് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ വെഡിങ്ങിൻ്റെ ഒക്കെ ഒരു തീം ആ ഒരു ബേസ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നെയിൽസിൽ ഒരു താജ്മഹൽ പണിയണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക, രാഗി ചേച്ചിയെ കാണാം, എന്തും ചെയ്തു തരും, നെയിൽസിൽ എന്തും ചെയ്തു തരും അല്ലേ? അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നാമത് ഈ നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സോ നമ്മൾ ഐഷുവിൻ്റെ കാലിൽ നമ്മൾ അതേപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് കാലിൽ എക്സ്റ്റൻഷൻ ചെയ്ത് ജെൽ പോളിഷ് ഇട്ട് ഗ്ലിറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അതിൽ തന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രൈഡൽ പാക്കേജ് കഴിഞ്ഞിരിക്കുക. എനിക്ക് കുറേ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. കാലും കൈയും ഒക്കെ. മാരേജ് കഴിഞ്ഞിട്ടും അടുത്ത വർക്ക്സ് ചെയ്യാൻ വരണം. പിന്നെ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഇത്രയും ടൈം എടുത്ത് എനിക്ക് നെയിൽസ് ചെയ്ത് തന്ന നെയിൽ ആർട്ടിസ്റ്റ്, അവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് പറയാണ്. ഒരുപാട് സമയം, ഒരുപാട് ക്ഷമയെടുത്ത്, പാവം ഞാനും കുറേ നേരം ഇരുന്ന്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, ശരി. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മാരേജിന് തന്നെ കാണാം. ഓക്കെ, ശരി.